നമ്മുടെ സമ്പത്ത് നമ്മൾ എപ്പോഴും മൂന്നായിട്ടാണ് ഇതാക്കേണ്ടത്. ഒന്ന് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെലവാക്കാം. ഒരു പങ്ക് നമ്മൾ മാറ്റിവെക്കുക, ഒരു പങ്ക് നമ്മൾ ഡൊണേഷനായിട്ട് കൊടുക്കണം എന്നുള്ളത്. അപ്പം സമ്പത്ത് എങ്ങനെ ആകർഷിക്കുക എന്നുള്ളതിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കതുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സംതൃപ്തിയാണ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തല്ലോ എന്നുള്ളത്. അതേപോലെ ഒരു പങ്ക് നാളത്തേക്ക് മാറ്റിവെക്കണം. അങ്ങനെയാണല്ലോ. ഒരു പങ്ക് നമ്മൾ ദാനമായി കൊടുക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ പണക്കാരൊക്കെ ദാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ദാനമായി കൊടുത്ത ഒരാളുടെ അവരുടെ കടങ്ങളൊക്കെ വീട്ടിയതിനു ശേഷം അവർ ദാനം കൊടുത്തതാണ് ഡൊണേഷൻ കൊടുത്തത് 2 ലക്ഷം രൂപ. നമുക്ക് വായിച്ച് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് മണി മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ഒരു 2 ലക്ഷം രൂപ കുറെ പേർക്ക് വീൽസ് വീതിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നല്ലേ. അപ്പൊ അതെല്ലാം ഏകദേശം ഞാനൊരു 50,000 രൂപയായിട്ടായിരുന്നു ഇങ്ങനെ ഡൊണേഷനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മറ്റേ റെസിറ്റ് അവിടേക്ക്, പിന്നെ ഒരു ഫ്രണ്ടിന്, പിന്നെ അങ്ങനെ എഴുതി വെച്ചിരുന്നു. അപ്പൊ ഇന്ന് അതെല്ലാം എല്ലാം ക്ലിയർ ആയി. എല്ലാം ഒത്തിരി താങ്ക് യു മാച്ച്. ഇനി എൻ്റെ അതായത് ചേട്ടൻ ഹസ്ബൻഡ് ഒരു വണ്ടി വിൽക്കാൻ മാർക്കറ്റ് പ്ലേസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻക്വയറീസ് ഒന്നും വന്നില്ല. കുറച്ച് നാളായി കാര്യമായിട്ട് എൻക്വയറി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. നമ്മൾ ഈ സാമ്പത്തികം ആകർഷിക്കാന്നുള്ളതിൽ കുറേ ടെക്നിക്ക് ഉണ്ട്. വിൽക്കൽ, വാങ്ങൽ, കൊടുക്കല്, കിട്ടല്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ മാർക്കറ്റ് പ്ലേസിൽ ആ വണ്ടി ഇട്ടത് മിനിയാന്ന് രാവിലെ ആയിരുന്നു. ഇന്നലെ വൈകുന്നേരത്ത് തീരുമാനം ഒരുത്തർ കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നിട്ട്, നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അപ്പൊ കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇന്ന് രാവിലെ അവർ വണ്ടി കൊണ്ടുപോയി. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ട്രിക്കുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ പ്രപഞ്ചത്തിലുള്ളതാണ്. അറിഞ്ഞത് വേണ്ടടുത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. നമ്പറിലേക്ക് റിയൽ എസ്റ്റേറ്റുകാരാ, അവർക്ക് ജോലി ഇതിൽ ജോയിൻ ചെയ്യാം. ലേഡീസ്, ജെന്റ്സ് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഒരു കട നടത്തുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, സെയിൽസ് എക്സിക്യൂട്ടീവ് എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. റിസൾട്ട് 100% ആണ് ഈ പറയുന്ന പോലെ. അപ്പൊ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.